സമരപോരാളിയായ വി എസ് എന്നതായിരിക്കും വി എസിനെ കുറിച്ചിട്ടുള്ള ആലോചനയിൽ ഏറ്റവും മുന്തി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഭാവം എന്ന് പറയുന്നത്. മലയാളികൾ അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു ഒരു ഭരണാധികാരിയായ വി എസിനേക്കാൾ, അല്ലെങ്കിൽ ഒരു പാർട്ടി സംഘാടകനായ വി എസിനേക്കാൾ മലയാളി സ്വീകരിച്ചിട്ടുണ്ടാകുക ഒരു സമരപോരാളി എന്ന വി എസ് എന്നുള്ളതായിരിക്കും. അത് CPIM-ൻ്റെ കേഡർമാരും അല്ലെങ്കിൽ അതിൻ്റെ അനുഭാവികൾ മാത്രമല്ല, പൊതു മലയാളിയെ സംബന്ധിച്ചിടത്തോളം വി എസ് എന്ന് പറയുമ്പോൾ അവരുടെ മുമ്പിൽ വരുന്ന ഒരു ഇമേജ്, ഒരു ദൃശ്യം എന്ന് പറയുന്നത് സമരനായകനായിട്ടുള്ള വി എസ് എന്നുള്ളതാണ്. അത് ആ നിലക്ക് അവർ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പൊതു മനസ്സങ്ങനെ സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ, പൊതുവെ സാമാന്യമായിട്ട് സാധാരണക്കാരായ ആളുകൾ അവർ അനീതിയോട് വിയോജിപ്പുള്ള ആളുകളായിരിക്കും. നാട്ടിൽ കുഴപ്പമുണ്ടാകുന്നു, പ്രശ്നം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പലതരം വേണ്ടാത്തരങ്ങൾ നടക്കുന്നു. അതിനോട് ഉള്ളിൽ പ്രതിഷേധം കാത്തു സൂക്ഷിക്കുന്ന മനസ്സായിരിക്കും മിക്ക ആളുകൾക്കും. പക്ഷേ അതേസമയം അവർക്ക് അതിനെതിരെ സമരം ചെയ്യാനോ അതിനെതിരെ എന്തെങ്കിലും ചെയ്യാനോ അതിനെതിരെ സംസാരിക്കാനോ എന്നുള്ള സാവകാശമോ അതിനുള്ള സൗകര്യമോ അതിനുള്ള ബലമോ ഉണ്ടാവില്ല. അപ്പോൾ അവർ വി എസിനെ കാണുന്നത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരാൾ, ഞങ്ങളുടെ ഒരു പ്രതിപുരുഷനായി ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന, ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുന്ന, ഞങ്ങൾ എന്തിനെതിരെയൊക്കെ സമരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ അതൊക്കെ ഏറ്റെടുത്ത് സമരവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാട്രിയാർക്ക്, ഒരു കാരണവർ, ഒരു വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക് ആണ് മലയാളി അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പാർട്ടിയുടെ സാധാരണഗതിയിലുള്ള പാർട്ടി ഘടനയ്ക്ക് അപ്പുറത്തുമുള്ള വലിയ സ്വീകാര്യത. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കായിരിക്കും അദ്ദേഹം സ്വീകരിക്കപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്.